മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കത്തിരിക്ക കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന നല്ലൊരു ഫ്രൈഡ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. അതുപോലെ തയ്യാറാക്കിയെടുക്കാനും നല്ല ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ മീഡിയം സൈസിലുള്ള 2 കത്തിരിക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ കഴുകിയിട്ട് വട്ടത്തിന് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇത് ഈ ഒരു കണക്കിന് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഈ ഒരു ബൗളിലേക്ക് ആദ്യം മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് എരിവ് കുറവാണ്. സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. കോൺഫ്ലോറിന് പകരമായിട്ട് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. ഇനി 1 ടീസ്പൂൺ നാരങ്ങാ നീര്, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കണക്കിന് വേണം അരപ്പ് റെഡിയാക്കി എടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കത്തിരിക്ക ഓരോന്നായിട്ട് ഇതിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കത്തിരിക്കയുടെ ഓരോ പീസായിട്ട് എടുത്തിട്ട് ഇതുപോലെ അരപ്പ് കുറച്ച് അതിൽ പുരട്ടി കൊടുക്കുക. എന്നിട്ട് കൈവച്ച് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതിലും പുരട്ടിയെടുക്കാം. എല്ലാത്തിലും മസാല നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇതിലിപ്പോൾ മസാല എല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ ഒരു പാനിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കത്തിരിക്ക പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. പുറം ഫ്രൈ ആവുന്നതനുസരിച്ച് അകവും കൂടി നന്നായിട്ട് വെന്ത് കിട്ടണം. എന്നാലേ നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ച് മറിച്ചു വിട്ട് വേവിക്കണം. അതായത് ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. അതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇത് ചെറിയ ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത് മസാല എല്ലാം പുരട്ടിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ മതി. കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്കും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.